മനസ്സിനെ ശക്തമാക്കുന്ന 7 ശീലങ്ങൾ പരിചയപ്പെട്ടാലോ? ഇന്ന് തന്നെ തുടങ്ങൂ. ജീവിതം മാറും. ജീവിതത്തിലെ എല്ലാവർക്കും പ്രശ്നങ്ങളും പരാജയങ്ങളും വിമർശനങ്ങളും ഉണ്ടാകും. പക്ഷെ ചിലർ എന്തുകൊണ്ടാണ് അതെല്ലാം അതിജീവിച്ച് മുന്നോട്ടു പോകുന്നത്? അവരുടെ രഹസ്യം ശാരീരിക ശക്തിയല്ല, മാനസിക ശക്തിയാണ്. ഇന്ന് മനസ്സിനെ കൂടുതൽ ശക്തമാക്കാൻ സഹായിക്കുന്ന 7 ലളിതമായ ശീലങ്ങൾ പരിചയപ്പെടാം. ഒന്നാമത്തേത്, നിങ്ങളെ നിയന്ത്രിക്കാനാകുന്ന കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുക. നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നമ്മുടെ നിയന്ത്രണത്തിലാണോ? അല്ല, അല്ലേ? മറ്റുള്ളവരുടെ അഭിപ്രായം, കാലാവസ്ഥ, കഴിഞ്ഞ സംഭവങ്ങൾ എന്നിവ മാറ്റാൻ നമുക്ക് കഴിയില്ല. പക്ഷേ നമ്മുടെ ചിന്തയും പ്രതികരണവും അതിനോടുള്ള റെസ്പോൺസും നമുക്ക് മാറ്റാൻ കഴിയും. ഓർമ്മിക്കുക, ഊർജം നഷ്ടപ്പെടാതെ ഊർജം നഷ്ടപ്പെടരുത്. നമ്മൾ പ്രതികരിക്കുമ്പോൾ നമ്മൾ ഊർജ്ജമാണല്ലോ നഷ്ടപ്പെടുന്നത്. നിയന്ത്രിക്കാനാകുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. രണ്ടാമത്തെ കാര്യം, എല്ലാ ദിവസവും സ്വയം പ്രോത്സാഹിപ്പിക്കുക. നമ്മൾ തന്നെ നമ്മുടെ ഇൻസ്പിറേഷൻ ആവാം. നിങ്ങൾ സ്വയം സംസാരിക്കുന്ന രീതി വളരെ പ്രധാനമാണ്. അതായത് ചിലപ്പോൾ നമ്മൾ മൈൻഡിൽ ഇങ്ങനെ തിങ്ക് ചെയ്യും, എനിക്കൊന്നിനൊരു കഴിവില്ലല്ലോ, അങ്ങനെയൊക്കെ അല്ലേ. അതിന് പകരം ഞാൻ ശ്രമിക്കും, ഐ വിൽ ട്രൈ, അല്ലെങ്കിൽ ഐ എം ലേണിംഗ്, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയാൻ ശീലിക്കുക. പോസിറ്റീവായിട്ടുള്ള സെൽഫ് ടോക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. ഇനി മൂന്നാമത്തെ കാര്യം, പരാജയങ്ങൾ സംഭവിക്കാം, സ്വാഭാവികമാണല്ലേ. പരാജയത്തെ ഒരു പാഠമായി കണക്കാക്കുക. പരാജയങ്ങൾ സംഭവിക്കുമ്പോൾ അതിൽ വിഷമിച്ചിരിക്കാതെ അത് ലൈഫ് ലെസണായിട്ട് കണക്കാക്കുക. പരാജയം ജീവിതത്തിൻ്റെ ഒരു ലാസ്റ്റ് വേർഡ് ഒന്നല്ല, അതൊരു അധ്യാപകനാണ്, നമ്മളെ കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്ന ഒരു അധ്യാപകനാണ് എന്ന് വിചാരിച്ച് മുന്നോട്ട് പോകുക. ഓരോ പരാജയവും നമ്മെ പുതിയ എന്തെങ്കിലും പഠിപ്പിക്കുന്നു. വിജയിച്ച പലരുടെയും ജീവിതത്തിൽ വലിയ പരാജയങ്ങളും ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പക്ഷെ അവരുടെ നല്ല സൈഡ് മാത്രമേ കാണുന്നുള്ളൂ എന്ന് മാത്രം. ഇനി നാലാമത്തെ കാര്യം, നന്ദിയുള്ള മനോഭാവം വളർത്തുക. എല്ലാത്തിനോടും ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി പെരുമാറുക. എല്ലാ ദിവസവും നിങ്ങൾക്ക് നന്ദി പറയാൻ കഴിയുന്ന 3 കാര്യങ്ങൾ എഴുതുക. അതിൽ 3 ഡിഫറെൻറ്റ് ടോപ്പിക്സ് പറയാം. നിങ്ങളുടെ ആരോഗ്യം, കുടുംബം, സുഹൃത്തുക്കൾ. ഇനി ചിലപ്പോൾ ലേണിംഗ് എന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയെന്ന് വെച്ചാൽ ലേണിംഗ് ഓപ്പർച്യൂണിറ്റിക്കും നന്ദി പറയാം. നന്ദിയുള്ള മനസ്സ് സന്തോഷം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അഞ്ചാമത്തെ കാര്യം, നെഗറ്റീവ് ആളുകളിൽ നിന്ന് അകലം പാലിക്കുക. നമുക്ക് പലപ്പോഴും ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാൻ പറ്റാത്തതാണ് പ്രശ്നമല്ലേ. നെഗറ്റീവായ ആളുകളുണ്ടാവാം. എപ്പോഴും വിമർശിക്കുകയും നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്ന ആളുകളോടൊപ്പം കൂടുതൽ സമയം ചെലവഴിച്ചാൽ നിങ്ങളുടെ ആത്മവിശ്വാസം കുറയാം. നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളുമായി കൂടുതൽ സമയം ചെലവഴിക്കുക. ഇനി ആറാമത്തേത്, ശരീരത്തെ ശ്രദ്ധിക്കുക. മാനസിക ശക്തിയും ശാരീരിക ആരോഗ്യവും തമ്മിൽ ബന്ധമുണ്ട്. ആവശ്യത്തിന് ഉറങ്ങുക, പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കുക, ദിവസവും നടക്കുക അല്ലെങ്കിൽ വ്യായാമം ചെയ്യുക. ആരോഗ്യകരമായ ശരീരം മനസ്സിനും ഗുണം ചെയ്യും. ഇനി ഏഴാമത്തെ കാര്യം, ചെറിയ ലക്ഷ്യങ്ങൾ നിശ്ചയിച്ച് പൂർത്തിയാക്കുക. നമ്മളെല്ലാവരും വലിയ വലിയ സ്വപ്നങ്ങൾ കാണാറുണ്ട് അല്ലേ? പക്ഷേ ചെറിയ ലക്ഷ്യങ്ങൾ നമ്മൾ നിശ്ചയിച്ച് അത് പൂർത്തിയാക്കുമ്പോൾ മനസ്സിന് തന്നെ ഒരു പ്രോത്സാഹനം. വലിയ സ്വപ്നങ്ങൾ കാണുന്നത് നല്ലതാണ്, പക്ഷേ ഓരോ ദിവസവും നമ്മൾ ചെറിയ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ ആത്മവിശ്വാസം വർദ്ധിക്കും. ഉദാഹരണത്തിന് 20 മിനിറ്റ് വായിക്കുക, 15 മിനിറ്റ് നടക്കുക, ഒരു പുതിയ കാര്യം പഠിക്കുക. ഓരോ ചെറിയ വിജയവും മനസ്സിനെ കൂടുതൽ ശക്തമാക്കും. മാനസിക ശക്തി ഒരു ദിവസം കൊണ്ട് ലഭിക്കുന്നതല്ല, ഓരോ ദിവസവും ചെയ്യുന്ന ചെറിയ ചെറിയ ശീലങ്ങളിലൂടെയാണ് അത് വളരുന്നത്. ഇന്ന് പറഞ്ഞ 7 ശീലങ്ങളിൽ ഏതാണ് നിങ്ങൾ ആദ്യം ജീവിതത്തിൽ ഉൾപ്പെടുത്താൻ പോകുന്നത്? കമൻറ്റിൽ എഴുതണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കൂ. ഇത്തരത്തിലുള്ള പ്രചോദനാത്മക വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. നന്ദി.